ഹലോ ഗൈസ്, അങ്ങനെ ദേ എലക്ഷൻ ഡ്യൂട്ടിയുടെ ഫസ്റ്റ് ദിവസം സൗകര്യക്കുറവ് കാരണം വീട്ടിൽ പൊക്കമെന്ന് പറഞ്ഞെങ്കിലും രാവിലെ 4:30 തന്നെ എഴുന്നേറ്റ് ഞാൻ 5:15 കൂടി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നോട് ആ സമയത്ത് രാവിലെ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ പതിയെ രാവിലെയൊക്കെ ആയപ്പോൾ തന്നെ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ BJP കാൻഡിഡേറ്റ് ആട്ടോ ഇവിടെ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ. അതുപോലെ തന്നെ ദേ നമ്മുടെ കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇവിടെ അത്യാവശ്യം ബൂത്തിൽ ആൾ കുറവായിരുന്നു, 300 സംതിങ് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേ തിരക്ക് കുറവായതുകൊണ്ടും ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പോയി വോട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറുമാർ. അങ്ങനെ ഞാൻ വോട്ട് ചെയ്ത് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന വഴി ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കുമ്മട്ടി കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ വന്ന് പോയിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞപ്പോൾ അശ്വതിക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ബൂത്തിലായിരുന്നു വോട്ട്. അവളുടെ കൈ മഷി തേച്ച് നശിപ്പിച്ചു എന്നുള്ള പരാതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങിയിൽ നിന്ന് സൂര്യയുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് സൂര്യ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞാവനെയൊക്കെ കണ്ട് കുറച്ച് നേരം കളിപ്പിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ടു കേട്ടോ. സൂര്യയെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അംഗനവാടിയിലെ ടീച്ചേഴ്സൊക്കെയാണ് ഇവർക്ക് കുഞ്ഞാവനെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയിട്ട് അല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ പാർട്ടിക്കാരും ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. 6 മണിയായപ്പോൾ തന്നെ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്ത് നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർ പുള്ളി ആയതുകൊണ്ട് നമ്മുടെ പണി എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബൂത്തിൽ. അപ്പോൾ പുതിയ ടെക്നിക്ക് ഉണ്ട് കുമ്മട്ടി മുറിക്കാനെന്ന് പറഞ്ഞിട്ട് വിനോദ് സാർ അത് കാണിച്ചു തരായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ പോളിംഗ് ഏജൻറ്റുമാരാണ്. എല്ലാവർക്കും നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാട്ടോ ഞാനൊരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ട് ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരുമായിട്ട് കമ്പനി ആവുന്നത്. അതിന് മെയിൻ കാരണം വിനോദ് സാറാണ് കേട്ടോ. സാധാരണ ഒരു 2-ാം ദിവസമൊക്കെ ആകുമ്പോഴാണ് ഞാൻ കമ്പനി ആവാറ്. പിന്നെ ഇത് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാരാണ്. ചേട്ടൻ്റെ ബാച്ച്മേറ്റ്സും പരിചയക്കാരൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കമ്പനി ആയിരുന്നു അവരെൻ്റെ അടുത്ത്. പിന്നെ ഇതാണ് നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർ. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന 2 പേര് ടീച്ചേഴ്സായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബസ്സൊക്കെ വന്ന് വൈകിട്ടൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പോയി.